ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന നാളത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ വൻമരം വീഴാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് നാളത്തെ എപ്പിസോഡ്. അങ്ങനെ ചെന്നൈനെ വിറപ്പിച്ചവൻ, ഒറ്റക്കൊമ്പൻ, ഇരട്ടച്ചങ്കൻ എന്നൊക്കെ പറഞ്ഞ ഗംഗപ്രസാദ് കിരണിന്റെ മുമ്പിൽ അടിപതറി വീഴുവാട്ടോ. അതായത് ഓവറായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഗംഗപ്രസാദിന് ഉണ്ടായിരുന്നു. കാരണം ഓവർ സ്മാർട്ട്നെസ്സും തന്നെ ആരും പിടിക്കില്ല എന്നുള്ളൊരു എപ്പോഴും ചെന്നൈനെ വിറപ്പിച്ചവൻ എന്ന് പറഞ്ഞിട്ടൊരു ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തോന്നലൊക്കെ ഗംഗപ്രസാദിനുള്ളത് കൊണ്ട് സ്റ്റെഫി എടുത്ത് പറയുന്നുണ്ട്, നമുക്ക് ഇപ്പൊ മണ്ഡലമാസമൊക്കെ അല്ലേ, കല്യാണിയും അതുപോലെ തന്നെ കിരണും കാർത്തികയൊക്കെ എന്തായാലും അമ്പലത്തിൽ വരും. കാരണം അവരുടെ അച്ഛൻ പ്രകാശിന് മാലയിട്ടിട്ടുണ്ട് മലക്ക് പോകാൻ. നമുക്കും അവരുടെ കൂട്ടത്തിൽ മാലയിട്ട് അവിടേക്ക് പോവാം. പിന്നെ നമുക്ക് സുഖമായിട്ട് അവരെ വീഴ്ത്താൻ സാധിക്കും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അമ്പലത്തിൽ പോകുമ്പോൾ ഇവരുടെ കയ്യിൽ ആയുധങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായിരിക്കും സ്റ്റെഫി എന്ന് ഗംഗപ്രസാദ് പറയുമ്പോ സ്റ്റെഫി പറയുന്നുണ്ട്, നീ പറഞ്ഞ ശരിയാടാ. കാരണം അമ്പലത്തിലേക്ക് ആകുമ്പോഴേക്കും കുറച്ചുകൂടി എളുപ്പമുണ്ടെന്ന് പറയാണ്. അപ്പോ ഞാനൊരു മലക്ക് പോകുന്ന ഒരാളുടെ കറുപ്പും കറുപ്പൊക്കെ ഇട്ടിട്ട് താടിയൊക്കെ നീട്ടി വളർത്തി മാലയൊക്കെ ഇട്ട് ഒരാളായിട്ട് വേഷം മാറും. നീയും അതുപോലെ തന്നെ കറുപ്പൊക്കെ ഇട്ട് മാളികപ്പുറത്തിന്റെ വേഷത്തിലായിരിക്കണം നീ അമ്പലത്തിലേക്ക് വരുന്നത്. എന്തായാലും നമ്മൾ ഹിന്ദിക്കാരന്റെ വേഷം ഇട്ടപ്പോഴും അതുപോലെ തന്നെ പിന്നീട് വേഷം ഇട്ടപ്പോഴും ആരും നമ്മളെ കണ്ടുപിടിച്ചില്ലല്ലോ. അതായത് പഴനിക്ക് പോകുന്നവരുടെ വേഷം അപ്പൊന്നും ആരും നമ്മളെ കണ്ടുപിടിച്ചില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഒരിക്കലും നമ്മളെ കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്തായാലും നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നു. അവരെന്തായാലും കൈയോടെ നമ്മൾ ഇല്ലാക്കുന്നു, തീർക്കുന്നു, തിരിച്ച് ചെന്നൈയിലേക്ക് പോകുന്നു. മിക്കവാറും കല്യാണിയുടെ കൂടെ ഉണ്ടാവാൻ പോകുന്നത് അവളായിരിക്കും, ആ കാർത്തിക. കല്യാണമൊക്കെ അല്ലേ, അതുകൊണ്ട് അമ്പലത്തിലേക്ക് ഒന്ന് തൊഴുതു വരാന്ന് വെച്ചിട്ട് പോകുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് അവരെ ഇല്ലാതാക്കണം എന്ന് പറയാണ്. ശരി, എനിക്കിപ്പോ വല്ലാത്തൊരു ധൈര്യം തോന്നുവാടാ. കാരണം നീ കൂടി ഉണ്ടാകുമ്പോ എനിക്കൊരു ധൈര്യമാണ് എന്നൊക്കെ സ്റ്റെഫി പറയാണ്. സ്റ്റെഫി, നീ പേടിക്കണേ. നമ്മൾ ഇവിടുന്ന് കാർത്തികേനെയോ ലക്ഷ്മി അമ്മേനെയോ ആരെങ്കിലും ഒരാൾ ഇല്ലാതാക്കിയിട്ട് നേരെ പോകാൻ പോണത് ചെന്നൈയിലേക്കാവണം. അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും എന്റെയും നിന്റെ വിവാഹമാണ് എന്നൊക്കെ ഗംഗപ്രസാദ് സ്റ്റെഫിക്ക് ഒരുപാട് പ്രതീക്ഷകളും വാക്കുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേസമയം പ്രകാശിനോട് കല്യാണി രാവിലെ എഴുന്നേക്കുമ്പോ പറയുന്നുണ്ട്, അച്ഛാ എനിക്കെന്തോ ഇപ്പൊ വല്ലാത്തൊരു ധൈര്യം പോലെ തോന്നുവാണെന്ന് പറയുമ്പോ എന്തു പറ്റി മോളെ ചോദിക്കുമ്പോൾ, ഇന്നലെ രാത്രി സ്വപ്നത്തിൽ ഞാൻ അമ്മേനെ കണ്ടു. അമ്മ എന്നോട് പറയാണ്, ഒരു തരത്തിലും ആരും പേടിക്കേണ്ട, ഒന്നും സംഭവിക്കില്ല. ഇനി നമ്മൾ സ്നേഹിക്കുന്ന ആർക്കും ഒന്നും സംഭവിക്കില്ല. ഇനി സംഭവിക്കാൻ പോണത് ഗംഗപ്രസാദിന്റെ അന്ത്യമാണെന്ന് എന്നോട് അമ്മ ശരിക്കും പറഞ്ഞു വെച്ച. അത് കേട്ടപ്പോ എനിക്ക് വല്ലാത്തൊരു സമാധാനം. അതെ അച്ഛ, ഇനി നമുക്ക് ആർക്കും വിഷമിക്കേണ്ടി വരില്ല, അത് ഉറപ്പാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഗംഗപ്രസാദിന്റെ മരണം തന്നെയാണ് നമ്മൾ ഇനി കാണാൻ പോണത് എന്ന് പറയുമ്പോഴേക്കും പ്രകാശം പറയണ്ട്, അങ്ങനെ അവൻ മരിക്കുകയാണെങ്കിൽ തലക്ക് മുകളിൽ ഇരിക്കുന്ന നിന്റെ അമ്മയുടെ ആ ഒരു അവസാന ആഗ്രഹം എന്ന് പറഞ്ഞത് കാർത്തികയുടെ വിവാഹമാണ്. അത് നടക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഗംഗപ്രസാദിന്റെ മരണം അത് കാണുമ്പോൾ അവളുടെ ആത്മാവിന് ശാന്തി ലഭിക്കുകയും ചെയ്യും. അതേച്ച എനിക്കും അതിനെ തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. കിരണേട്ടൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, അവന്റെ മരണം എന്തായാലും കിരണേട്ടന്റെ കൈകൾ കൊണ്ടിട്ടായിരിക്കുമെന്ന്. പിന്നെ മരിച്ചു കിടക്കുന്ന അവനെ എനിക്ക് കാണണം വെച്ചാ. ഇത്രയും നാള് നമ്മുടെ രാഹുലും അതുപോലെ തന്നെ സരിയും ഒക്കെ മരിച്ചു കിടക്കുന്നവരെ കാണുമ്പോൾ സന്തോഷമാണെന്നൊക്കെ അവര് ദുഷ്ടന്മാരായ സമയത്ത് പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇവരൊക്കെ എന്ത് മനുഷ്യരാണെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നില്ല വെച്ചാ മരിച്ച ഒരാളെ കണ്ട് സന്തോഷിക്കാനായിട്ട്. അത് ഗംഗപ്രസാദിനെ കണ്ടിട്ടാണ് എന്ന് പറയാണ്. പ്രകാശിന് പറയണ്ട, അതേ മോളെ, അവൻ മരിച്ചു കിടക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കണം. സന്തോഷത്തോടെ ഇവിടെ പായസം വെച്ച് സദ്യ വെക്കണം. അത് മാത്രല്ല, നമ്മളെ പോലെ തന്നെ ഒരുപാട് കുടുംബങ്ങളുടെ ജീവിതം തകർത്തവനല്ലേ അവൻ. കൊട്ടേഷൻ ഏറ്റെടുത്ത് എന്തോരം ആൾക്കാരെ അവൻ കൊന്നിരിക്കുന്നത്. അവരുടെയൊക്കെ കുടുംബത്തിന്റെ പ്രാക്കൊക്കെ അവന്റെ തലക്ക് മീതെയുണ്ട്. അതൊക്കെ നമ്മളെ സഹായിക്കും മോളെ എന്നൊക്കെ പ്രകാശിന് പറയാണ്. കല്യാണിക്ക് വല്ലാത്തൊരു ധൈര്യം കൈവരുവാട്ടോ. നാളെ രാവിലെ നമുക്ക് അമ്പലത്തിലേക്ക് പോകണം എന്ന് കല്യാണി പറയുന്നുണ്ട്. അങ്ങനെ കല്യാണി പ്രകാശിനെ കൂട്ടിക്കൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാണ്. അവിടെയാണ് ഞെട്ടിച്ചുകൊണ്ട് കല്യാണി ആ കാഴ്ച കാണുന്നത്. കാരണം കല്യാണിന്റെ കൺമുമ്പിൽ തന്നെ ദീപ കൊണ്ട് എത്തിച്ചതുപോലെ ദേ നിൽക്കുന്നു ഗംഗപ്രസാദും സ്റ്റെഫിയും. അവര് വേഷമൊക്കെ മാറി അത് അമ്പലത്തിൽ പോകുന്ന ആ ഒരു മാലയൊക്കെ ഇട്ട് അമ്പലത്തിൽ പോകുന്ന ആ ഒരു വേഷമാണ് ധരിച്ചെങ്കിൽ പോലും കല്യാണിക്ക് അവരെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നു കേട്ടോ. പക്ഷെ കല്യാണി മനസ്സിലായ പോലെ കാണിക്കുന്നില്ല. വീട്ടിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ കിരണിനോട് പറയാണ്. അപ്പൊ കിരൺ പറഞ്ഞിട്ട്, നീ ഒരു കണക്കിന് അവരെ മനസ്സിലാക്കാത്ത പോലെ കാണിച്ചത് നന്നായി. അവർക്കിപ്പോ ഓവർ കോൺഫിഡൻസ് വന്നിട്ടുണ്ടാകും. അതിന്റെ പുറത്ത് അവർ നാളെ അമ്പലത്തിൽ വരും, അപ്പൊ നമുക്ക് കൈയോടെ പിടിക്കാന്ന് കിരണും പറയുന്നുണ്ട്.
അങ്ങനെ പിറ്റേ ദിവസവും കല്യാണിയും പ്രകാശനും കൂടി അമ്പലത്തിലേക്ക് പോകുമ്പോൾ കിരണും പമ്മിയും അവരുടെ കൂടെ വരുന്നുണ്ട്. ഗംഗപ്രസാദും സ്റ്റെഫിയും അത് അറിയുന്നില്ല. അവരൊന്നും അടുത്ത പോലെ പ്രകാശനോട് സംസാരിക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കാരണം പ്രകാശൻ അമ്പലത്തിൽ പോകുമ്പോൾ അവരുടെ കൂടെ പോകാം. അപ്പൊ പ്രകാശിന്റെ കെട്ടുനിറാൻ കാര്യങ്ങളൊക്കെ ആവുമ്പോ അവിടേക്ക് ലക്ഷ്മിയമ്മയും അതുപോലെ തന്നെ കാർത്തികയും വരാതിരിക്കില്ല. ആ സമയത്ത് അവരില്ലാതാക്കാൻ വേണ്ടിയാണ് ഗംഗപ്രസാദിന്റെ ഉദ്ദേശം. പക്ഷെ അതിനു മുമ്പ് തന്നെ കിരൺ അവരെ കൈയോടെ പിടിക്കുകയാണ്. ഗംഗപ്രസാദിനെ മനസ്സിലാക്കിയ കിരൺ അയാളെ നൈസായിട്ട് പുറത്തു കൊണ്ടിട്ട് അയാളെ ആ അമ്പലത്തിന്റെ ഭാഗത്തൊക്കെ ഒരുപാട് കാടും കാര്യങ്ങളൊക്കെ കേട്ടോ. അവിടെയൊക്കെ ഗംഗപ്രസാദനെ ആട്ടി ഓടിക്കാണ്. അയാളുടെ വെപ്പ് താടിയും അതുപോലെ തന്നെ മുടിയൊക്കെ പറഞ്ഞു പോയി കേട്ടോ. ഇപ്പൊ ഗംഗപ്രസാദൻ എന്ത് ചെയ്യണമെന്നല്ല ആകെ പേടിച്ച് വിറച്ച് കിരണിന്റെ മുമ്പിൽ നിൽക്കുവാട്ടോ. ശേഷം തന്റെ സ്റ്റെഫിയും വേണ്ട, ആരും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കാണ് കാട്ടിലേക്ക്. അങ്ങനെ ഓടി ഓടി പോകുമ്പോഴേക്ക് തൊട്ട് പിന്നാലെ തന്നെ കിരണും ഉണ്ട് കേട്ടോ. കിരൺ ആ മരത്തിന്റെ വള്ളി പിടിച്ച് വലിച്ചതിന് ശേഷം അതിലേക്ക് തൂങ്ങിക്കിടന്നിട്ടും ഗംഗപ്രസാദനെ പിടിച്ച് ചവിട്ടുവാണ്. ഗംഗപ്രസാദ് മറിഞ്ഞു വീഴുന്നുണ്ട്. ശേഷം അവനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ച് ഇരിക്കുകയാണ്. അപ്പൊ പ്രകാശ് നമ്മുടെ കിരണിനോട് എസ് എ പറഞ്ഞിരുന്നല്ലോ, അവനെ കാണുന്ന സ്പോട്ടിൽ തന്നെ കൊന്നു കളഞ്ഞേക്ക്, ഒരു കേസും വരാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ ധൈര്യത്തിൽ തന്നെ കിരണ് തന്റെ ദീപയുടെ ഓർമ്മകൾ മാത്രമേ കിരൺ ആ സമയത്തുള്ളൂ. കാരണം ദീപ കിരണിന്റെ മോനെ പോലെ സ്നേഹിച്ചതും സംസാരിച്ചതും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ദീപയുടെ മുഖം മാത്രമേ നമ്മുടെ കിരണിന്റെ മനസ്സിലുള്ളൂ. ഗംഗപ്രസാദിനെ ഇല്ലാതാക്കുന്ന മുമ്പ് കിരൺ പറയുന്നുണ്ടെടാ, നീ തീർത്ത് കളഞ്ഞ ഞങ്ങളുടെയൊക്കെ അമ്മേനെയാടാ, നിരപരാധികളെ കൊല്ലാൻ വേണ്ടി നിനക്ക് ഒരു നാണവും ഇല്ലടാ. പക്ഷെ നിന്നെ കൊല്ലുമ്പോൾ ഒരുപാട് പേര് സന്തോഷിക്കും, ഒരുപാട് കുടുംബങ്ങൾ സന്തോഷിക്കും, ഒരുപാട് പേർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് നിന്നെ ഞാൻ അങ്ങ് എടുക്കുവാടാന്ന് പറഞ്ഞിട്ട് കിരൺ ഇതുവരെ ആരെയും ദ്രോഹിച്ചിട്ടുമില്ല, ഉപദ്രവിച്ചിട്ടില്ലാത്ത കിരൺ അങ്ങനെ ആദ്യമായിട്ട് ഗംഗപ്രസാദിന്റെ ജീവൻ എടുക്കാട്ടോ. ഗംഗപ്രസാദ് മരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും സ്റ്റെഫി വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ. സ്റ്റെഫി അവൻ കിരണിനെ അടിച്ചൊതുക്കി വരും, കിരണിനെ നേർക്ക് നേരെ കാണുമ്പോൾ അവൻ നിറയൊഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് സ്റ്റെഫി. ആ കിരണിനെ കൊന്നിട്ട് വരുന്ന ഗംഗപ്രസാദിനെ അങ്ങനെ കാണാനായിട്ട് കേട്ടോ. പക്ഷെ സ്റ്റെഫിയുടെ മുമ്പിൽ വരുന്ന ഗംഗപ്രസാദ് മരവിച്ച് മൂക്കില് പഞ്ഞിയൊക്കെ വെച്ചിരിക്കുന്ന ഗംഗപ്രസാദിനെ കേട്ടോ. അത് കാണുമ്പോഴേക്കും സ്റ്റെഫിയുടെ സമനില തെറ്റിപ്പോവാണ്. കല്യാണിക്കൊക്കെ ഭയങ്കര സന്തോഷമുണ്ട്, എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവട്ടോ. സ്റ്റെഫീനെ പക്ഷെ പോലീസുകാർ തൂക്കിയെടുത്തോണ്ട് ജയിലിലേക്കാണ് കൊണ്ടുപോണത്. വേറൊന്നുമല്ല, മഹാകുറ്റവാളിയായ ഗംഗപ്രസാദിനെ സഹായിച്ചതിനും വേഷം മാറി തരികിട പരിപാടികൾ കാണിച്ചതിനൊക്കെ സ്റ്റെഫിനെ കൈയോടെ പൊക്കി പോലീസ് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ ചെന്നൈനെ ഇളക്കി മറിച്ചവൻ, ഇരട്ടച്ചങ്കൻ, ഒറ്റക്കൊമ്പൻ എന്നൊക്കെ പറഞ്ഞവൻ അങ്ങനെ ഈ വരുന്ന ആഴ്ച മരിച്ചു പോകുന്ന ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത് കേട്ടോ. എന്തായാലും ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡ്സ് ആണ്. പ്രൊമോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല അടിപൊളി പ്രൊമോ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.